ഈ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരനെ ഞാൻ ജീവിതത്തിൽ നേരിട്ട് കണ്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഞാൻ എവിടെയും സ്റ്റേജ് ഷോസോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ കലയെ പറ്റി അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടാണ് എന്നോട് പലരും പറയുകയും അങ്ങനെ ഞാൻ യൂട്യൂബുകൾ കാണുകയും ഒക്കെ ചെയ്ത അദ്ദേഹത്തിനെ പറ്റി എൻക്വയറി ചെയ്തപ്പോ എനിക്ക് കുറെ സോഷ്യൽ മീഡിയ പ്രവർത്തകരായിട്ടുള്ള മാധ്യമ സുഹൃത്തുക്കളെ എനിക്ക് ധാരാളമായിട്ടുണ്ട്. അവരാണ് ഇദ്ദേഹത്തെ പറ്റി എന്നോട് പറഞ്ഞു ഇദ്ദേഹം ഒരു കലാകാരനായിരുന്നു, എന്നാൽ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും സ്വന്തമായിട്ടൊരു വീടില്ലാത്ത ഒരു സെന്റ് വസ്തുവില്ലാത്ത ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങള് ഈ മരണത്തോടുകൂടി അനാഥമായി പോകുന്ന ഒരു അനുഭവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്റെ കുടുംബസ്വത്തിൽ നിന്നാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ടുള്ള ഒരു സെന്റിന് ഇന്നത്തെ വില അനുസരിച്ച് 4 ലക്ഷം രൂപ വില മതിക്കുന്ന 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിലായിട്ട് ഞാൻ എഴുതി നൽകുവാനിടയായത്. അതിന് കാരണക്കാരായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും അതേപോലെ തന്നെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് രാഹുൽ ഇരുമ്പുകുഴി എന്ന് പറയുന്ന ഒരു മാധ്യമ സുഹൃത്തും കൂടെയാണ് എന്നോട് റിക്വസ്റ്റ് ചെയ്യുക ചെയ്ത്. ആർ ശ്രീകണ്ഠൻ നായർ എന്ന് പറയുന്ന ഒരു കേരളം ലോകം അറിയുന്ന മലയാളികൾ അറിയുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ല ഒരു പ്ലോട്ട് ഈ കുഞ്ഞുങ്ങൾക്കായിട്ട് നൽകുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്ന് റിക്വസ്റ്റ് ചെയ്തതിന്റെ ആ റിക്വസ്റ്റിനെ റെസ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു 7 സെന്റ് സ്ഥലം ഈ 2 മക്കൾക്ക് നൽകി. കുറച്ച് നാൾക്ക് മുമ്പാണ് ഇത് പറയുന്ന കണക്കുണ്ടെങ്കിൽ ബിഷപ്പ് ഫിലിപ്പ് ഉണ്ടെങ്കിൽ ഇത് കണക്ക് തൻ്റെ പുരയിടം ഉണ്ടെങ്കിൽ അവർക്ക് 2 പിള്ളേരുടെ പേരിലൊക്കെ എഴുതി കൊടുക്കുക. അതങ്ങനെ ഭയങ്കര ന്യൂസ് ആവുകയും എല്ലാവരും നല്ല കാര്യമെന്ന് പറയുകയും ചെയ്തുവരുന്നത്. പക്ഷെ എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും നെഗറ്റീവും വരാറുണ്ട്, പോസിറ്റീവ് മാത്രമല്ല. അതേ സംഭവം തന്നെയാണ് ഇതിലിപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഇതിൽ ഒരുപാട് ഏറ്റാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഉണ്ടെങ്കിൽ അവരെ യൂസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള ഒരുപാട് കമൻറ്റ്സ് ഒരുപാട് പേര് ഇതിലൊക്കെ മീമൊക്കെ എടുത്തിടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്ത് അതൊരു പബ്ലിസിറ്റി പോലെ ആക്കുക. അതിന് ശേഷം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പ്ലോട്ടുകൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം വിറ്റ് കളയാനുള്ള പ്ലാനായിരുന്നെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഇങ്ങനെ ഉണ്ടെങ്കിൽ പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. താനുണ്ടെങ്കിൽ സുധിയെ പറ്റി ഒരു വിവരം അറിയത്തില്ലായിരുന്നു. മരിച്ചതിന് ശേഷമാണ് ഇതിനെപ്പറ്റി സുധിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അറിയുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കണമെന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അങ്ങനെ സഹായിച്ച സമയത്തുണ്ട് ഇതുപോലത്തെ ഒരു അവസ്ഥയെന്നാണ് പറയുന്നത്. സോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, നല്ലത് ചെയ്താലും ഇത് കാണത്തുള്ള പ്രശ്നമാണ് വന്നുകൊണ്ടിരിക്കുന്നത്.